നമ്മളെ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേവ് എല്ലാം കണ്ടീഷൻ വേവാണ്. ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല നല്ല ടേസ്റ്റിയാണ്. ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ പുതിയ വീഡിയോ ചിക്കൻ മജ്ബൂസാണ്. അതിനുള്ള ചേരുവകൾ: 2 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു ക്യാരറ്റ്, 3 തക്കാളി, 2 സ്പൂൺ ഗീ, ഒരു ചെറുനാരങ്ങ, മജ്ബൂസ് മസാല, ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ്, 3 പച്ചമുളക്, ഒരു വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയത്, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഓയിൽ സൈത്തൂൻ ഓയിൽ ഉപയോഗിക്കുന്നത്. അതൊരു 3 സ്പൂൺ കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലത്. മറ്റുള്ള ഓയിൽ ഉപയോഗിക്കുക, കുഴപ്പമൊന്നുമില്ല. കയറാൻ വേണ്ടി ഇടാം. വെളുത്തുള്ളി, അപ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ഒരു ഗോൾഡൻ ഷീമിലാകുമ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം. ചില ഭാഗങ്ങളിൽ ഫ്ലാക്ക് അടിച്ചിട്ട് അടിക്ക് കരിഞ്ഞു പോകാൻ പാടില്ല. സ്മെല്ല് തരും. ഒരു മീഡിയം വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് മജ്ബൂസ് മസാല കൊടുക്കാം. തക്കാളി കൊടുക്കാം. ഇത് നല്ല എളുപ്പമുള്ളൊരു ഫുഡാണിത്. നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇത് ചൂടോടെ കഴിക്കണം. നല്ല ഡ്രൈ ആവുന്നു. പിന്നെ വേഗം ചിക്കൻ ഇട്ടിട്ട് സെറ്റിൽ ചെയ്യണം. നമുക്ക് ചിക്കൻ കൊടുക്കാം. ഒരു പാകത്തിനുള്ള ഉപ്പ്. ചോറ് വെക്കേണ്ട ഇതിൽ തന്നെയാണ് അരിയിട്ട് വെക്കുക. പക്ഷേ അതിനുള്ള ഉപ്പടക്കം ഇപ്പോഴേ കൊടുക്കണം. എന്നാൽ ചിക്കൻ നല്ല ഉപ്പ് നമ്മൾ പിടിച്ച് നിൽക്കും.
ഈ ചിക്കൻ ചെറിയ ചെറിയ പീസ് ആക്കിയാൽ നല്ലതാവും. പക്ഷെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇത് കുറച്ച് വലുപ്പത്തിൽ ചെയ്തതാണ്. ചെറിയ കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ ചെറിയ പീസ് ആക്കി ചെയ്താൽ മതി. നല്ല നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ഒരു 15 മിനിറ്റ് ഇതിനെ പൊത്തി വെക്കാം. നമുക്ക് നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ഇതുപോലത്തെ ചിക്കൻ മന്തി അതേപോലെ മജ്ബൂസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആൾക്കാർ അജിനോമോട്ട ഉപയോഗിക്കാറുണ്ട്. വീട്ടിലെല്ലാം ഉപയോഗിക്കാൻ പാടില്ല, അത് വീട്ടിലും ശീലിക്കാൻ പാടില്ല. ടേസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ചെറിയ കുട്ടികളിലും അസുഖം ഉണ്ടായിരുന്നു. അത്യാവശ്യം ഉപയോഗിക്കുന്നത് വലിയ വലിയ ഫംഗ്ഷനുകളാണ്. അതും ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. വളരെ ശ്രദ്ധിക്കണം. ഒരു കപ്പ് വെള്ളം കൊടുക്കാം. ചൂട് വെള്ളം കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചെത്തി വെച്ച ക്യാരറ്റ് കൊടുക്കാം. ഇഞ്ചി കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ എരിവ് പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യത്തിന് നോക്കിയിട്ട് ചെയ്താൽ മതി. ചെറിയ കുട്ടികളിൽ എല്ലാവർക്കും ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ഇതിൽ തന്നെ കൊടുത്തേ. നല്ല പ്രത്യേക തരത്തിലുള്ള നമ്മൾ ഓയിലോ മറ്റുള്ള ഓയിലുകളൊന്നും ചേരാത്ത ഒരു ഭക്ഷണമാണിത്. പ്രത്യേകം എന്ന് വെച്ചാൽ ജൈത്തൂൻ്റെ എല്ലാം ഓയിൽ ചേർത്തിട്ടാണ് ചേർക്കുന്നത്. ഇത് ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയവർക്കും എല്ലാവർക്കും നല്ല ഫുഡാണിത്. ഒരു 15 മിനിറ്റ് കൂടി ഇതിനെ വേവിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ചിക്കൻ വേകുന്ന സമയം കൊണ്ട് സലാഡിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട പല രൂപങ്ങളുണ്ട്.
നമുക്കിതിനെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ സലാഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ചിക്കൻ ഏകദേശം ആകാൻ ഒരു 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഇങ്ങനെ ഇത് ആയി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ അരി കുതിർത്തി വെച്ചിട്ടുണ്ട്. അരക്കപ്പ് അരി എടുത്തത്. നമ്മൾ ചെറിയ ജീരകശാല റൈസാണ്. സാധാരണ ലോങ് റൈസിലത് ചെയ്യൽ, പക്ഷേ നമ്മൾ ഇതിലാണ് ചെയ്തത്. അപ്പോൾ ആയിരിക്കും ചെയ്യാന്നുള്ള കണ്ടീഷനിൽ ഇത് കാണിച്ചിരുന്നതാണ്. ഇതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അരി ഇവിടെ ചെയ്ത് എല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ കൊടുത്ത 1 കപ്പ് വെള്ളമായിരുന്നു. ഇത് നമ്മൾ അരി എടുത്തത് അരക്കപ്പാണ്. ഈ കുതിർത്തി വെച്ച അരി കൈകൊണ്ട് തൊട്ടിട്ട് അതിന് തുരുമ്പാനൊന്നും പാടില്ല. ഉടയും. വെള്ളയിൽ കണക്കായിട്ട് തന്നെ ഉണ്ട്. ഇതിൽ നമ്മളിനി കൊടുക്കാനുള്ളത് ആകെ ഒരു മല്ലിച്ചപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ. ഉപ്പെല്ലാം കണക്കാം. ഇത് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാം. കുറച്ച് തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് കൊടുക്കാം. നമ്മളെ വെള്ളം വലിഞ്ഞു. നമുക്കിത് കുറച്ച് ഗീ കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, അത് നിർബന്ധമില്ലാത്ത കാര്യമാണ്. ബാക്കിയുള്ള മല്ലിച്ചപ്പും ഇതിൽ കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇതിനെ ബന്ധാക്കി വെക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചോ. അപ്പോൾ നമ്മൾ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല സ്മെല്ലുണ്ടേ. നല്ല പാകത്ത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു 5 മിനിറ്റ് നേരം ഇതിനൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കാം. 5 മിനിറ്റ്. തീയെല്ലാം ഓഫ് ചെയ്തേ. നമ്മൾ 5 മിനിറ്റായി. നല്ല മജ്ബൂസിൻ്റെ സ്മെല്ല് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് കൊടുക്കാം. നല്ല ലോങ് റൈസാണ്, നല്ല ഭംഗിയുണ്ടാവും. ശരി, ഭംഗിക്ക് കുറവൊന്നുമില്ല. പക്ഷേ വീടുകളിലെല്ലാം ഈ റൈസെല്ലാം കൂടുതൽ കിട്ടും. ഇപ്പോൾ നമ്മളെ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേവ് എല്ലാം കണ്ടീഷൻ വേവാണ്. ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.